Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല പൗഡർ ആണ്. ചിക്കൻ കറിക്കായാലും ഏത് മീറ്റിനായാലും ഈവൻ നമ്മുടെ വെജിറ്റബിൾ കറിക്ക് പോലും യൂസ് ചെയ്യാം. ആ ഒരു ചിക്കൻ ആ ഒരു മസാല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം, എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ ഈ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ മസാല പൗഡർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആദ്യം മല്ലിയാണ്. മുഴുവനായിട്ടുള്ള മല്ലി, ഹോൾ കൊറിയാൻഡർ സീഡ്സ് 2 വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 10 വറ്റൽ മുളക്, 8 മുതൽ 10 വരെ ആവാം. പിന്നെ എരിവിന് തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളകാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 8 ഏലക്ക, ഒരു 8 മുതൽ 10 വരെ ഗ്രാമ്പൂ. പിന്നെ എടുത്തിരിക്കുന്നത് സിനമൺ സ്റ്റിക്സ് ആണ്, പട്ടയാണ്, കറുവാപ്പട്ട. അതും ഒരു 4 ഇഞ്ച് വലുപ്പത്തിൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ചെറിയ പീസസ് ആക്കി ഇതവിടെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇനി സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നല്ലൊരു മണം വരും. അതുമാതിരി ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് പൊടിക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി മസാല അല്ലെങ്കിൽ മീറ്റ് മസാല റെഡി ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഏത് കറിക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാലയായിട്ട്. അപ്പം ഉണ്ടാക്കി വെച്ചോളൂ ഷെൽഫിൽ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.